മറ്റു വാർത്തകളിലേക്ക് പോയാൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ NDA ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് CPIM-നെ സംരക്ഷിക്കാനാണെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളാണ് തന്റെ പ്രചരണ വിഷയം. ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നിലനിൽക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണിത്താൻ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? കഴിഞ്ഞ 5 വർഷം കാസർഗോഡ് MP ആയിരുന്ന ഒരു അഡ്വാൻറ്റേജാണ് ഒന്നാമത്തെ. ആ MP ആയിരുന്ന് കഴിഞ്ഞ 5 വർഷക്കാലവും കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു നിറസാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും ശബ്ദിച്ചിട്ടുണ്ട്. വികസന ഫണ്ട് മുഴുവൻ ചെലവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ 696 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വികസനം കാസർഗോഡ് നടപ്പിലാക്കിയ എൻ്റെ കാലത്താണ്. 2 വന്ദേ ഭാരത് ട്രെയിൻ വന്നു, അതുപോലെ തന്നെ മംഗലാപുരം രാമേശ്വരം ട്രെയിൻ വന്നു, 2 അമൃത് ഭാരത് സ്റ്റേഷൻ പയ്യന്നൂരും കാസർഗോഡുമായി, ഒരുപാട് സ്റ്റോപ്പുകൾ അനുവദിച്ചു, 7 ROBകൾ കൊണ്ടുവന്നു, റെയിൽവേ ഓവർബ്രിഡ്ജ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിലെ സകല ഉറൂസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉറഞ്ഞാടുന്ന തെയ്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പള്ളിപ്പെരുന്നാളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കല്യാണം, നിക്കാഹ്, അതുപോലെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. ഒരു നിറസാന്നിധ്യമായിരുന്നു 5 വർഷക്കാലം. അതുകൊണ്ട്